എവിടെന്നാ വരുന്നേ? കോട്ടയം. കോട്ടയത്ത് നിന്നാ? കോട്ടയത്ത് പാമ്പാടിയാണ് സ്ഥലം. പാമ്പാടിന്നാ? ആണോ? ചേട്ടൻ കോട്ടയം? ഓ, ഞാൻ കുറുപ്പന്തറയാണ് വീട്. ആ, അതിരമ്പുഴയാ. ആ, അപ്പോ ആദ്യമായിട്ടാണ് പൂരത്തിന്റെ വായോ? ഞങ്ങൾ എല്ലാ കൊല്ലം ഉണ്ട്. എങ്ങനെയാ വന്നേ ഇത്തവണ? ഞങ്ങള് ബൈക്കിനാണ് വന്നിരിക്കുന്നത്. രാവിലെ പോകുന്നതാണ്. ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കഴിഞ്ഞ ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. 2 കൊല്ലം ബൈക്കിന് തന്നെ വരുന്നത്. ഇനിയിപ്പം 3 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരം തിരിച്ചു പോകും. അവധിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഞങ്ങൾ 3-4 പേരുണ്ട്. ആള് കോഴിക്കോട് നിന്നാണ്. 2 പേരുണ്ട്. വന്നിട്ടുണ്ട്. നല്ല വൈബായി തുടങ്ങിയിട്ടുണ്ടല്ലോ. വൈബായി തുടങ്ങിയതേ ആൾക്കാർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇത്തവണ. രാവിലെ നമ്മള് വിളംബരമൊക്കെ നമ്മൾ കണ്ടു. അത് കണ്ടിരുന്നോ? എല്ലാ വട്ടം പറഞ്ഞതല്ലേ, ഇവിടെ തന്നെയാണല്ലോ. നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞങ്ങള് 11 മണി കഴിഞ്ഞായിരുന്നു. 12 ആയി തുടങ്ങി. സാമ്പിൾ നഗരത്തില്ലേ? ഓ, തകർത്ത് ശരിക്കും. ഇത്തവണ എന്തൊക്കെ സ്പെഷ്യൽ ആയിരിക്കും ഉണ്ടാവുക? എല്ലാം സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. കൊടകളൊക്കെ സ്പെഷ്യൽ ആയിരിക്കും. അതൊന്നും പുറത്തു വിടില്ലല്ലോ അവര്, തകർക്കും. പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ശ്രീരാഗ്. ഞാൻ സോബിൻ. അനന്തു. അപ്പോൾ എന്തായാലും കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇവർ 2 പേര്. തൃശ്ശൂരുകാരനാണ്, കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് തൃശ്ശൂരത്തെ മാത്രം ഒരു പൂരം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തൃശ്ശൂരുകാരാകും തോന്നുന്നല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരുടെ ഒരു പൂരമായിട്ട് മാറുന്ന അങ്ങനെയാണ് ശരിക്കും പൂരത്തിന്റെ സ്പെഷ്യൽ. പൂരമല്ലേ? അതെ. കേരളത്തിന്റെ മൊത്തം പൂരമായിട്ട് തന്നെ നമ്മൾ ഇത് കേരളത്തെ ലോകത്തിന് നെറുകയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ശരിക്കും. ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ പൂരം. അത് തന്നെയാണ് അതിൻ്റെ ഒരു വാക്കെന്ന് പറയുന്നത്. ലോകം തൃശ്ശൂരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂരത്തിന്റെ മുഴുവൻ ആശംസകളും അതിന്റെ വൈബെല്ലാം തകർത്തിട്ട് വേണം പോകാനായിട്ട് നമ്മൾ കോട്ടയംകാർ. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ പൂരത്തെ ഇങ്ങനെ കളറാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തൃശ്ശൂർക്കാരെ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് ഇങ്ങനെ ഓരോ സെക്കൻഡിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ മുതൽ ഇതിൻ്റെ മട്ടും ഭാവവും എല്ലാം തന്നെ മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ ചെറു പൂരങ്ങൾ, ഘടകപൂരങ്ങളുടെയൊക്കെ വരവ്, അതനുസരിച്ച് പിന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം തന്നെ മടത്തിൽ വരവ്, ഒപ്പം തന്നെ ഇലഞ്ഞിത്തറ മേളം, അത് കഴിഞ്ഞ് തെക്കോട്ടിറക്കം, പിന്നെ കുടമാറ്റം, അത് കഴിഞ്ഞ് പുലർച്ചയോടുകൂടി വെടിക്കെട്ട്, പിന്നെയും പകൽപൂരം, അതിലും അവസാനം വെടിക്കെട്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു വിരുന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൽ നമുക്ക് കാണാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ഓരോ ആളുകളെ ഇപ്പം കഴിഞ്ഞ തവണയൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ ഇവിടെ ഇങ്ങനെ വന്ന് നിറയുന്ന കാഴ്ച നമ്മൾ ഈ സമയങ്ങളിൽ കണ്ടിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് ഓക്കെ.